Redmi K50i റെഡ്മിയുടെ കെ സീരീസിൽ വരുന്ന ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. എന്തായാലും 26,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ആദ്യം തന്നെ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്മാർട്ട് ഫോണിൽ നമുക്കൊരു 6.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ്. 144 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 270 ഹേർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ HDR10+ഉം അതുപോലെ തന്നെ ഡോൾബി വിഷനും അവൈലബിൾ ആണ്. 650 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഇനി പ്രൊട്ടക്ഷൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് ഗൊറില്ല ഗ്ലാസ് 5 ആണ് സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഏകദേശം 200 ഗ്രാംസ് ആണ് ബോഡി വെയിറ്റ് വരുന്നത്. ഒരു മീഡിയം ലെവൽ വെയിറ്റ് സ്മാർട്ട് ഫോണാണ്. 1080x24 60 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 407 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഡിവൈസിൽ വരുന്നുണ്ട്. പിന്നെ ഒരു സെൻറ്റർ പഞ്ച് കട്ടാണ് വരുന്നത്. അതിലാണ് സെൽഫി ക്യാമറ വരുന്നത്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക് ഡിമെൻസിറ്റി 8100 എന്ന ചിപ്സെറ്റാണ്. ഒരു 5nm ചിപ്സെറ്റാണ്. മാലി G610 MC6 ആണ് ഡിവൈസിൽ വരുന്ന GPU. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തിട്ടുള്ള ഷോമിയുടെ MIUI 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു ഡിവൈസിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ. പ്രൈമറി 64 മെഗാ പിക്സൽ ആണ് f1.9 അപ്പർച്ചർ. ഒപ്പം 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് വിത്ത് 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ. ഒപ്പം 2 മെഗാ പിക്സൽ മാക്രോ ലെൻസ്. ഇങ്ങനൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. 4K 30 FPS ആണ് റിയർ ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. Redmi K50i എന്ന ഡിവൈസ് 2 വേരിയൻസിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ബേസ് വേരിയൻറ്റ് 6GB റാം ആൻഡ് 120GB സ്റ്റോറേജും ആൻഡ് ടോപ്പ് വേരിയൻറ്റ് 8GB റാം ആൻഡ് 256GB സ്റ്റോറേജുമാണ്. LPDDR5 റാമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് 2.0 ടെക്നോളജിയും ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു 16 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പർച്ചറോട് കൂടി വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. K50i എന്ന ഡിവൈസിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കാത്ത മറ്റൊരു കാര്യം 3.5mm ഹെഡ്ഫോൺ ജാക്കും ഈ ഒരു ഡിവൈസിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാറ്ററി ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5080 mAh ബാറ്ററിയാണ്. ഡീസൻറ്റ് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് 50% വരെയും അതുപോലെ തന്നെ 46 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി ബാറ്ററി ചാർജ് ചെയ്യാനും സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഡിവൈസിൽ IP53 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ടെക്നോളജി കൂടി വരുന്നുണ്ട്. ഒപ്പം സ്മാർട്ട് ഫോണിൽ ഡോൾബി അറ്റ്മസിന്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് Redmi K50i 5G എന്ന ഡിവൈസിന്റെ സ്പെസിഫിക്കേഷൻസ്. പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞു. ബേസ് വേരിയൻറ്റ് 6GB 120GB വേരിയൻറ്റ് 26,000 രൂപയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഏകദേശം 29,000 രൂപയുമാണ് പ്രൈസ്. സ്മാർട്ട് ഫോൺ ക്വിക്ക് സിൽവർ, ഫാൻറ്റം ബ്ലൂ, സ്റ്റെൽത്ത് ബ്ലാക്ക് കളർ ഓപ്ഷൻസിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജൂലൈ 23 മുതൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ICICI ബാങ്ക് കാർഡ്സ് ഉള്ളവർക്കൊക്കെ ഏകദേശം 3,000 റുപ്പീസ് വരെ ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത് റിയൽമിയുടെ 9 Pro Plus അതുപോലെ തന്നെ IQ Z6 Pro എന്ന സ്മാർട്ട് ഫോണുകളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഡിവൈസുകളെ വെച്ച് നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേ സെഗ്മെൻറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. AMOLED പാനലാണ് വരുന്നത്. ബട്ട് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ സെഗ്മെൻറ്റ്, ചാർജിങ് ബാറ്ററി സെഗ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് Redmi K50i എന്ന ഡിവൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ഡിവൈസാണ്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.